ഇനി ഈ ഒരു വിഷയം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു നിർത്തിയ വിഷയത്തിലേക്ക് ദീപയ്ക്കും വിനീതയ്ക്കും പ്രതികരിക്കാം. ഞാൻ ആദ്യം ദീപയിലേക്ക് വരാൻ കുറച്ച് സമയം ആയതുകൊണ്ട് മാത്രം. കാരണം ഈ മധ്യവർഗത്തിന് ഒന്നാകെ തന്നെ ഈ ടാക്സിലടക്കം വന്നിരിക്കുന്ന വലിയ കുറവ്, അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അത് സ്ത്രീ ഉദ്യോഗസ്ഥകൾക്കാകട്ടെ സ്ത്രീ സംരംഭകർക്കാകട്ടെ ഏറ്റവും ഗുണകരമാവുക എന്ന് പറയുന്ന 1,00,000 രൂപ വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല എന്ന് ആ സ്ലാബ് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നുവെങ്കിൽ അതും ഗുണമായി വരുന്നില്ലേ സ്ത്രീകൾക്ക്? ദീപ, അത് എത്ര ശതമാനം ആളുകൾക്കാണ് ഗുണകരമാകുന്നത്? ഇന്ത്യയുടെ സ്ത്രീകളുടെ കണക്കെടുത്താലും ഇത് ആളോഹരി എല്ലാവരുടെയും കൂടെ കണക്കാണ് പറയുന്നത്. പക്ഷെ ഇത് എത്ര ശതമാനം ആളുകൾക്കാണ് അതിന്റെ ഇത് വരുന്നത്? പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ BJP-യുടെ കുറെ ആളുകളെ വിളിച്ചിരുത്തി, കോ പാനലിസ്റ്റിനെ വിളിച്ചിരുത്തി, മറ്റ് പാർട്ടികളുടെ ആളുകളെ വിളിച്ചിരുത്തുമ്പോൾ ഈ BJP ഗവൺമെന്റിന് യോയോ വിളിക്കാനാണ് മറ്റാളുകളും വന്നിരിക്കുന്നതെന്നുള്ള ചിന്ത ആദ്യം മാറ്റി വെക്കാൻ പറയണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ വിളിക്കാൻ പാടുള്ളൂ. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയുമ്പോൾ അവിടെ ഇറിറ്റേറ്റഡ് ആയിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ, റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ യോയോ വിളിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. അത് കോ പാനലിസ്റ്റുകളോട് കൂടി ഒന്ന് പറയുക. ഞാൻ പറയുന്നത് ഇവിടെ സ്ത്രീകൾക്ക് ഏറ്റവും അധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള, സ്ത്രീകളുടെ ശാക്തീകരണത്തിന് ഏറ്റവും അധികം കൂടുതൽ സഹായമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കോൺഗ്രസിന്റെ കാലത്ത് കൊണ്ടുവന്ന, UPA-യുടെ കാലത്ത് കൊണ്ടുവന്ന, കോൺഗ്രസ് നയിച്ച UPA മുന്നണിയുടെ കാലത്ത് കൊണ്ടുവന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. അതില് 86,000 കോടി രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം, അതിന് അങ്ങേ പ്രാവശ്യവും ഇപ്രാവശ്യവും ഒരേ പൈസയാണ് വെച്ചേക്കുന്നത്. അതിന്റെ അകത്ത് 1 രൂപ പോലും കൂട്ടി കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് ആ ഒരു പദ്ധതിയെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ എന്താ അത് ഇവരിങ്ങനെ തന്നെ കടന്നാൽ മതിയോ എന്ന് ചോദിച്ചാൽ, ഈ കിടക്കുന്നവർക്കും ഈ ലോകത്ത്, ഈ ഇന്ത്യയിൽ ജീവിക്കണം എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. അല്ല, നിങ്ങൾ ആരെയും അങ്ങ് എല്ലാവരെയും അദാനിയും അംബാനിയും ആക്കാനല്ലല്ലോ ഇരിക്കുന്നത് ഈ ഗവൺമെന്റ് ഈ ബജറ്റ് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും താഴെ തട്ടിലുള്ള ആളുകളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെയാണ് ഞങ്ങൾക്ക് താല്പര്യം. അല്ലാതെ അവരെ നാളെ തൊട്ട് അങ്ങോട്ട് വലിയ കോർപ്പറേറ്റുകൾ ആക്കുമെന്നൊക്കെ പറയുന്ന ദിവാസ്വപ്നത്തിൽ മുങ്ങി നിൽക്കാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമല്ല. ഞങ്ങളുടെ ചോദ്യം, ഈ 3 ബജറ്റുകളിലായിട്ട് നിങ്ങൾ ഒരേ തുക വകയിരുത്തി കൊണ്ടുവരുന്ന ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയോട് എന്താണ് ഈ സർക്കാരിന്റെ സമീപനം എന്നുള്ളതാണ്. അതിനാണ് ആദ്യം മറുപടി പറയേണ്ടത്. അതില് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള? അപ്പൊ പറയുവാണ് എല്ലാവരും എന്നും തൊഴിൽ ചെയ്തുകൊണ്ട് നിന്നാ മതിയൊന്ന്. തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ആദ്യം പരിഗണിക്കുക. അല്ലാതെ അപ്പർ ഹൈ ക്ലാസ്സുകളെ മാത്രം നോക്കിയാൽ പോരാ ഗവൺമെന്റും BJP-യും. വിനീത, ചോദിച്ചിരുന്നോ ധനമന്ത്രിയോട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ സ്ത്രീകളെ അങ്ങ് കോർപ്പറേറ്റുകളാക്കാനുള്ള ദിവാസ്വപ്നമാണോ ബജറ്റിൽ ഉണ്ടായിരുന്നത് എന്ന്? ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്റെ കഴിഞ്ഞ മറുപടിയില്ല. ഐ ടോൾ വെരി ക്ലിയർലി ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പോണത്. ഇപ്പൊ നമ്മൾ കോർപ്പറേറ്റുകളിൽ ഉടനെ ഓവർനൈറ്റ് ആയിട്ട് കോർപ്പറേറ്റ് ആവാനും പറ്റില്ല ആർക്കും. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ കുറെ ആൾക്കാരുണ്ട്, പല കാറ്റഗറീസിലുള്ള ആൾക്കാരുണ്ട്. അത് നോക്കിയിട്ട് വേണം. നമ്മളൊരു കോംപ്ലെക്സ് കൺട്രിയാണ്, കോംപ്ലെക്സ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റും എല്ലാ കാറ്റഗറീസിലും വിനിയോഗിക്കുന്ന പോലെ ആയിരിക്കും ബഡ്ജറ്റ്, നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ്. പിന്നെ ഓവർനൈറ്റ് ആയിട്ട് MG നരേഗ ആൾക്കാരെ കോർപ്പറേറ്റ് ആക്കണം എന്നല്ല പറയണത്. ഇൻക്രിമെന്റൽ ആയിട്ട് അവർ പ്രോഗ്രസ് ചെയ്യണം. MG നരേഗ മാത്രം വെച്ചിട്ട് അവർ മുഴുവൻ കാലം ജീവിക്കാനല്ല നമ്മുടെ ഒരു ആഗ്രഹം. പക്ഷെ MG നരേഗയുടെ ബഡ്ജറ്റ് ഒരിക്കലും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അത് ഡിമാൻഡ് ബേസ്ഡ് പ്രോഗ്രാം ആണ്. എത്രത്തോളം സ്റ്റേറ്റ്സ് ഡിമാൻഡ് ചെയ്യും അത്രത്തോളം അതിന്റെ റിയലിസ്റ്റിക് ഓൺ ദ ഗ്രൗണ്ട് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടാണ് അത് നൽകണത്. പിന്നെ ഓഡിറ്റിന്റെ കാര്യം ഇവിടെ പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ദീപാജി പറഞ്ഞു ഓഡിറ്റ് നടത്തുന്നില്ല എന്ന്. ഞാൻ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഓഡിറ്റ് അവർക്ക് അറിയണ്ടാവില്ല. ഓഡിറ്റ് ഇല്ലാണ്ട് ഒരു പ്രോഗ്രാമും അത് നിലനിൽക്കില്ല മിനിസ്ട്രിയിൽ. ഓഡിറ്റ് ഇസ് വൺ ഓഫ് ദ കോർ കോമ്പണന്റ്സ് ഓഫ് ഓൾ പ്രോഗ്രാംസ്. എല്ലാ പ്രോഗ്രാമിനും ഒരു തേർഡ് പാർട്ടി ഓഡിറ്റ് ആണ് നടക്കുന്നത്. തേർഡ് പാർട്ടി മോണിറ്ററിംഗും തേർഡ് പാർട്ടി ഓഡിറ്റ്. വെറുതെ ആണോ ഭാരത സർക്കാർ ഇങ്ങനെ നടക്കുന്നത് ഇത്രയും കാലം ാണ് എല്ലാ പ്രോഗ്രാംസിന്റെ. അപ്പൊ അതില്ലാണ്ട് തന്നെ ഒരു പ്രോഗ്രാമും അതിന്റെ എക്സ്റ്റൻഷൻ കിട്ടില്ല. അപ്പോ പാവപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദ്രോൺ ദീദി എന്ന് പറഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ലഖ്പതി ദീദി, ഇതൊക്കെ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് അവരുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ബഡ്ജറ്റ്. മഹാരാഷ്ട്രയിൽ നോക്കിയാലും മധ്യപ്രദേശിൽ നോക്കിയാലും അവരൊക്കെ ലഖ്പതി ദീദിയും അങ്ങനത്തെ കുറെ പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ക്യാഷ് ട്രാൻസ്ഫർ പ്രോഗ്രാംസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ മേഖലയിലും എല്ലാ സെക്ടേഴ്സും കട്ടിങ് അക്രോസ് സെക്ടേഴ്സ് ആണ് നമ്മൾ കേറ്റർ ചെയ്യുന്നത് ഈ ബഡ്ജറ്റ്. വിമൻ ഓണ്ടർപ്രണേഴ്സിന് വേണ്ടി ഒരുപാട് വിമൻ ഓണ്ടർപ്രണേഴ്സ്
എന്റർപ്രണേഴ്സ് ഉണ്ട്. അവരുടെ ആസ്പെക്ട് നെഗ്ലക്ട് ചെയ്തിട്ട് വേണോ നമ്മൾ ഗവേൺ ചെയ്യാനായിട്ട്? അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ നടത്തുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് ഐ എം സേയിങ്. ഇതൊരു ഹോളിസ്റ്റിക് ബജറ്റ് ആണ്. ഓൾ കാറ്റഗറീസ് ഓഫ് വിമന് അത് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ യൂണിയൻ ബജറ്റിന്റെ ആപ്പ് ഒന്ന് തുറന്നു നോക്കാൻ ഐ വിൽ റിക്വസ്റ്റ് മൈ കോ പാനലിസ്റ്റ് മിസ് ദീപ ടു ഓപ്പൺ ദ യൂണിയൻ ബജറ്റ് ആപ്പ്. അതിൽ മിനിസ്ട്രി ഓഫ് ചൈൽഡ് ആൻഡ് വെൽഫെയറിന്റെ മാത്രം നോക്കുകയാണെങ്കിൽ 27,000 crore ആണ് ആ ഒരു ബജറ്റ്. പ്രോഗ്രാംസ് പറഞ്ഞ സ്പെസിഫിക് പ്രോഗ്രാം സാക്ഷ്യം അംഗൻവാടി പോഷൻ 2.0 അത് അദാനി അംബാനിക്ക് വേണ്ടിയിട്ടാണോ അംഗൻവാടിയും സാക്ഷ്യം അംഗൻവാടി നടത്തുന്നത്? പിന്നെ മിഷൻ വാത്സല്യ ചൈൽഡ് പ്രൊട്ടക്ഷൻ സർവീസസ് ആൻഡ് ചൈൽഡ് വെൽഫെയർ സ്കീം അത് അദാനിയുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം, മിഷൻ ശക്തി, സമ്പൽ, ബേട്ടി ബച്ചാओ ബേട്ടി പഠാओ ഇറ്റ് ഈസ് എ വെരി സക്സസ്ഫുൾ പ്രോഗ്രാം. അത് ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് ഈ വർഷവും. സാമർത്ഥ്യ സ്കീം അത് വിഡോ ഹോംസിന് വേണ്ടിയിട്ടും. സ്വധർ ഉജ്വല പ്രോഗ്രാം, ശക്തി നിവാസ് സഖി നിവാസ്, വർക്കിംഗ് വിമൻ ഹോസ്റ്റൽ പ്രോഗ്രാം ഉണ്ട്. പിന്നെ നാഷണൽ ക്രഷ് സ്കീം ഉണ്ട്. പ്രധാൻ മന്ത്രി മാതൃവന്ദന യോജന ഹാസ് ബീൻ സക്സസ്ഫുൾ, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നാഷണൽ ഹബ് ഫോർ വിമൻ എംപവർമെന്റ്, ജെൻഡർ ബജറ്റിംഗിന് വേണ്ടിയിട്ട് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഈ ബജറ്റിൽ. സ്കില്ലിങ്ങും അതേപോലെ ട്രെയിനിങ്ങും അതേപോലത്തെ കാര്യങ്ങളിലും ബജറ്റ് കൊടുത്തിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ സ്പെസിഫിക്കലി. ഇതില്ലാതെ തന്നെ എല്ലാ സെൻട്രൽ പ്രോഗ്രാംസ്, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, എല്ലാ സെൻട്രൽ ഗവൺമെന്റ് പ്രോഗ്രാംസും സ്പോൺസേർഡും സെൻട്രൽ സെക്ടർ സ്കീംസിനും there is a percentage for reserve for women. അപ്പോൾ അത്രയൊക്കെ തന്നെ ഞാൻ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു ഡിസ്കഷൻ.